ലോകം കീഴടക്കിയ സാങ്കേതിക വിദ്യയെ 7ാം ക്ലാസ് മുതൽ സിലബസിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 50 കൊല്ലം കഴിയുമ്പോഴേക്ക് മനുഷ്യന് സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാകത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുമെന്ന് തീർച്ച. അങ്ങനെയെങ്കിൽ മനുഷ്യവംശം ഇന്ന് പരിണാമത്തിന്റെ അവസാന അധ്യായത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയേണ്ടതായി വരും. പലപ്പോഴും നമ്മുടെ പൂർവികർ കടന്നു വന്ന പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത്. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത് നമ്മൾ പരിണാമത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ജീവിക്കുന്നത് എന്നാണ്. കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക രംഗത്തെ വളർച്ച, ബഹിരാകാശ യാത്ര തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ലോകം അതിവേഗം വലിയ മാറ്റത്തിന് വിധേയമാകുക ആണെന്നും അതുകൊണ്ട് മനുഷ്യർക്കെല്ലാം അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ശാസ്ത്രലോകം കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ കൃത്യമായി ഭാവിയിൽ മനുഷ്യൻ ഏത് രൂപത്തിലായിരിക്കും ഉള്ളത് എന്ന് പ്രവചിച്ചിരിക്കുകയാണ്. ഭാവിയിൽ മനുഷ്യ രൂപത്തിന് വലിയ മാറ്റങ്ങളാണ് ഉപയോഗിച്ചുള്ള ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത്. ഭാവി തലമുറയിലെ കൂടുതൽ പേരും കറുത്ത നിറമുള്ളവർ ആയിരിക്കും എന്ന് മാത്രമല്ല, കറുപ്പിനെ പ്രാധാന്യം കൂടുമെന്നും ഗവേഷകർ പ്രവചിക്കുന്നു. മൗറീഷ്യസിലും ബ്രസീലിലും ഉള്ള ആളുകളുടെ നിറമായിരിക്കും ഭാവിയിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടായിരിക്കുക. കൂടാതെ സന്തോഷകരമായ മറ്റൊരു കാര്യം, 3025 ആവുമ്പോൾ മനുഷ്യർ ഇന്നത്തെ മനുഷ്യരെക്കാൾ സൗന്ദര്യമുള്ളവർ ആയിരിക്കും എന്നതാണ്. പണ്ട് ആരോഗ്യ മേഖലയിലെ പരിമിതികൾ കാരണം നിരവധി ശിശുമരണങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇന്ന് ശിശുമരണ നിരക്കും വളരെ കുറവാണ്. എന്നാൽ മനുഷ്യർക്ക് നിരാശ നൽകുന്ന ഒരു പ്രവചനം ഭാവിയിലെ മനുഷ്യർക്ക് പൊക്കം കുറവായിരിക്കും എന്നതാണ്. കൂടാതെ ഇവർ നേരത്തെ തന്നെ ലൈംഗിക പക്വത നേടുന്നവരുമായിരിക്കും. ഇപ്പോൾ തന്നെ പുതുതലമുറയിൽ പലർക്കും പൊക്കം കുറവാണെന്ന കാര്യവും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ രൂപത്തിൽ വളരെ വ്യത്യസ്തരാണ്. എന്നാൽ ഭാവിയിൽ ഈ വ്യത്യാസത്തിന്റെ തോത് കുറയുമെന്നും ഭൂമിയിലെ മനുഷ്യർ കൂടുതൽ രൂപസാദൃശ്യമുള്ളവരായി മാറുമെന്നുമാണ് അവർ പറയുന്നത്. കൂടാതെ മിശ്ര വിവാഹങ്ങളുടെ, അതായത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ തമ്മിലുള്ളവ വർദ്ധിക്കുന്നതും ഭാവിയിൽ ഏറെ ഗുണകരമായി മാറും. ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വിഷമകരമായ കാര്യം ഭാവി തലമുറയുടെ തലച്ചോറിന് വലിപ്പം കുറവായിരിക്കും എന്നതാണ്. പശു, നായ, ആട് തുടങ്ങിയ മൃഗങ്ങളുടെ തലച്ചോറിന്റെ വലിപ്പത്തിലും കാലക്രമത്തിൽ കുറവുണ്ടായ കാര്യം ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നു. അമിതമായ കമ്പ്യൂട്ടർ ഉപയോഗവും മനുഷ്യ ശരീരത്തിന് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനം ഭൂമിയിൽ ഉള്ളതിനേക്കാൾ ആളുകൾ ശൂന്യാകാശത്ത് വസിക്കുമെന്നതാണ്. ചൊവ്വ ഗ്രഹത്തിൽ മനുഷ്യർക്ക് സൂര്യപ്രകാശത്തിന്റെ 66%, ഭൂമിയിൽ അവർക്ക് ലഭിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ 35% മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ബഹിരാകാശവുമായി പൊരുത്തപ്പെടാൻ തക്ക രീതിയിൽ അവരുടെ ഉയരം കൂടുകയും കൈകൾ വികസിക്കുകയും ചെയ്തേക്കാം എന്നാണ് ശാസ്ത്രലോകം പ്രവചിക്കുന്നത്.